കുട്ടികളുടെ വേഷങ്ങൾ, അമിതമായ സോഷ്യൽ മീഡിയയോടുള്ള അവരുടെ ആസക്തി, കോസ്മെറ്റിക് വസ്തുക്കളോട് അടങ്ങാത്ത ആഗ്രഹങ്ങൾ, അവരുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന സംസാരങ്ങൾ, മാന്യമല്ലാത്ത സഭ്യതയില്ലാത്ത വാക്കുകൾ വളരെ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു തലമുറയായി പല കുട്ടികളും നമ്മുടെ എല്ലാവരുടെയും കൺമുമ്പിലൂടെ വളർന്നു വരികയാണ്. അതേപോലെ പല അധ്യാപകരും ഇന്ന് ആശങ്കപ്പെടുന്ന, അവർ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അവർ പങ്കുവെക്കുന്നൊരു വേദനയാണ് ഒരു ബഹുമാനവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു മര്യാദയുമില്ലാത്തൊരു സാഹചര്യം ചില കുട്ടികളിലെങ്കിലും കാണപ്പെടുന്നു എന്നുള്ളത്. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ കലാലയങ്ങളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയല്ല, മറിച്ച് കേരളത്തിൻ്റെ ഓരോ കലാലയങ്ങളിൽ നിന്നും പഠിപ്പിച്ച് പുറത്തിറങ്ങുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള ഓരോ അധ്യാപകനും അധ്യാപികക്കും ഇതുപോലെയുള്ള നൂറുകണക്കിന് ചിന്തകൾ പരസ്പരം പങ്കുവെക്കാനും കൈമാറാനുമുണ്ട്. ഇവിടെ ഈ ഭൗതിക സംവാദത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒരു അധ്യാപകർ എന്നുള്ള നിലക്ക്, അധ്യാപിക എന്നുള്ള നിലക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ കൺമുമ്പിലൂടെ വളർന്നു വരുന്നു എന്നുള്ള, നമ്മൾ നിത്യവും ഇടപെടുന്നു എന്നുള്ള, ഒരു വർഷത്തിലെ 200 ചില്ലാനം ദിവസങ്ങൾ നമ്മുടെ കൺമുമ്പിൽ മണിക്കൂറുകളോളം ലഭിക്കുന്ന നമ്മുടെ മക്കളായ നമ്മുടെ വിദ്യാർത്ഥികൾ, അടുത്ത തലമുറ, അവരുടെ ഈ വേഷങ്ങളും അവരുടെ ഈ ചിന്തകളും അവരുടെ ഈ സംസാരങ്ങളും അവരുടെ ഈ പെരുമാറ്റ രീതികളും പലരും പലതരത്തിൽ അതിനെ കാണുമ്പോൾ മഹാഭൂരിപക്ഷം അധ്യാപകരും വേദനയോടുകൂടിയും ആശങ്കയോടുകൂടിയുമാണ് ഈ പ്രവണതയെ കാണുന്നത്. ഇവിടെ പല കാരണങ്ങളും ഇതിൻ്റെ പിന്നിൽ പലരും പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇതിനെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, പാശ്ചാത്യ നാടുകളിൽ രൂപം കൊണ്ട് ക്രമേണ വളരെ അതിവേഗത്തിൽ ലോകത്തിലേക്ക് മൊത്തം പടർന്നുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്തകളും സ്വതന്ത്രവാദങ്ങളുമാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാമൂഹിക മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ സമയം ചെലവഴിച്ച് വളരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ അതിവേഗമാണ് ഈ ലിബറലിസത്തിന്റെ സ്വതന്ത്രവാദങ്ങളുടെ ചിന്തകളിലേക്ക് ആണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഈ ലിബറലിസം, ഈ സ്വതന്ത്രവാദം പാശ്ചാത്യ നാടുകളിലടക്കം ഒരു നാടിനെ, അല്ലെങ്കിൽ ഒരു തലമുറയെ, ഒരു വിദ്യാർത്ഥി തലമുറയെ അടക്കം വിഴുങ്ങുന്നതിൻ്റെ ദുരന്ത കാഴ്ചകളുടെ നേർചിത്രങ്ങൾ മനസ്സും ബുദ്ധിയും സ്വതന്ത്രമായി തുറന്നു വെക്കുന്ന, പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്.